ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു തൃശ്ശൂർ സ്റ്റൈൽ പാലിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അവിടെയെല്ലാം ഇതിന് പാലിയപ്പം എന്നാണ് പറയാ. നിങ്ങളുടെ അവിടെ എന്താണ് ഇതിന് പറയാന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇത് നല്ലോണം ഇഷ്ടപ്പെടും. പഴയ കാല ഓർമ്മകളാണ് ഇതെല്ലാം. മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 236 ml കപ്പിൽ 2 കപ്പാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ചെറിയ തിള വന്നു. ആ ടൈമിൽ ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പോടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ വറുത്ത് അരിപ്പൊടിയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് വാട്ടിയെടുക്കില്ലേ, സെയിം മെത്തേഡ് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം എല്ലായിടത്തും തട്ടണ മാതിരി വേണം അത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ മാവ് ഒന്നാകെ കട്ട പിടിക്കും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ മാവെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ചൂടാറിയതിന് ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ കുഴച്ച് 2 ഉരുളകളാക്കി എടുത്തു. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഉരുളകളാക്കി എടുത്ത മാവില്ലേ, അതിൽ നിന്ന് നുള്ളിയിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. തിരി മാതിരിയാണ് ഞാൻ ഇത് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് കയ്യിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും ഉരുട്ടിയെടുക്കുക എല്ലാതും. ഇപ്പം ഈ അരിപ്പൊടിയിലോട്ടാണ് ഈ ഉരുളകളെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ അരിപ്പൊടിയിൽ നിന്ന് ഉരുളകൾ മാത്രമായിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനെല്ലാം ഉരുളകൾ മാത്രം വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. ഇതുപോലെ വേണം ഉരുട്ടിയെടുക്കാൻ. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, തിരി മാതിരിയാണ്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് 4 അല്ലി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഏത് പാത്രത്തിലാണോ അത് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടിയിലാണ് ഞാൻ പാൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ക്രഷ് ചെയ്ത് വെച്ച ചെറിയ ജീരകം, ചെറിയ ഉള്ളി ഇല്ലേ, അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തത്. ഇനി ആവശ്യത്തിന് വേണ്ട മധുരം കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അനുസരിച്ചിട്ട് ചേർത്തിയാൽ മതി. ഞാൻ 4 അച്ച് ശർക്കര ഉരുക്കിയിട്ടാണ് ഞാൻ ഇതൊന്ന് അരിച്ചിട്ടാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തത്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ മധുരത്തിന് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പൂടെ ഒന്ന് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. ഇപ്പം ഇതൊന്ന് തിള വന്നു. ഈ ടൈമിൽ വേണം ഇതിലോട്ട് ഉരുട്ടി വെച്ച മാവുകളെല്ലാം ഇട്ട് കൊടുക്കാൻ. ഒറ്റയടിക്കല്ലാതെ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ഒന്നാകെ കട്ട കുത്തും. കുറച്ചായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. പെട്ടെന്ന് ഇത് ഇളക്കും ചെയ്യരുത്, അപ്പോൾ ഒന്നാകെ ഉടഞ്ഞു പോവും. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ബൗളിലോട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ കട്ടിയായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം 5 മിനിറ്റ് കൂടുമ്പോൾ, അല്ലെങ്കിൽ അടി പിടിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് എനിക്ക് 3/4 മണിക്കൂറായി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വേവിച്ചെടുത്തത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് കിട്ടി. ഇനി അതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ചൂടാറിയതിനു ശേഷം കഴിക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തൃശ്ശൂർ സ്റ്റൈൽ പാലിയപ്പം ഇവിടെ റെഡി ആയിട്ട് കിട്ടി. ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.